മുസ്ലിം ലീഗിൽ തമ്മാടിത്തം തിരിച്ചറിയുക നാട്ടുകാരെ, തിരിച്ചറിയുക നാട്ടുകാരെ, ഞങ്ങളെ പ്രിയ സഹോദരരെ കള്ളക്കേസ് കൊടുക്കാനും ഇല്ലാതാക്കാനും തോപ്പുകൂട്ടും മുസ്ലിം ലീഗ്. ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം, നമ്മൾ കാട്ടും സംയമനം വിരുദ്ധമല്ലെന്ന് ഓർത്തോളൂ. ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മൾ പലതും ശ്രമിച്ചിട്ടുണ്ട്, പുറത്തിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തെ പോലും അറിയിക്കാതെ ഇവിടെ നടന്ന പല സംഭവങ്ങളും ഇവിടെ തന്നെ കുഴിച്ചുമൂടപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പരാതി തന്നില്ല. ഞങ്ങൾ കാണുന്നത് ഇതൊക്കെ ഞങ്ങളുടെ അനുജന്മാരാണ് എന്നുള്ള നിലക്കാണ് ഞങ്ങൾ അന്ന് കണ്ടത്. എന്നാൽ തിരിച്ച് നമ്മളെ കാണുന്നത് ആ വിധത്തിലല്ല. അപ്പൊ പിന്നെ നമുക്ക് തിരിച്ച് ആ രീതിയിൽ തന്നെ കാണാമെന്ന് ഞങ്ങൾ അങ്ങനെ നോക്കുന്നു. നമുക്കറിയാം ചില കാര്യങ്ങൾ നാട്ടുകാർ അറിയാത്ത പല സംഗതികൾ ഇവിടെ നടന്നിട്ടുണ്ട്. വോട്ട് കുത്തിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ കൃത്യമായ നിലപാടെടുത്തു. അയ്യപ്പങ്കാവും മറ്റു പ്രദേശം പോലെയല്ല, പരസ്പരം കുടുംബങ്ങളാണ്. എല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുടുംബങ്ങളാണ് കൂടുതൽ. ആ നിലയ്ക്ക് ആരുടെയും വോട്ട് കുത്തിക്കണ്ട എന്നുള്ള നിലപാട് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തു. എന്നാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചേട് ചക്കൻ എന്ത് ചെയ്തു? പല ആളുകളുടെ വോട്ട് കുത്തിച്ചു. സ്വാഭാവികമാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ഒരു പക്ഷത്തിന്റെ വോട്ട് കുത്തിക്കുമ്പോ നമുക്ക് തിരിച്ചും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മളെത്തി. അങ്ങനെ നമ്മൾ തിരിച്ചു വോട്ട് കുത്തിക്കുന്ന അവസ്ഥ ഉണ്ടായി. അതുപോലെ തന്നെ അനൗൺസ്മെന്റ് ഇവിടെ പല ആളുകൾക്ക് അറിയുന്ന കേസാണ്. അനൗൺസ്മെന്റ് വാഹനത്തിന് ഞങ്ങളെ അനൗൺസ്മെന്റ് വാഹനം പോകുമ്പോ നമ്മുടെ ജീപ്പ് ഡ്രൈവറുടെ മുന്നിൽ ക്രോസ് ഇടുക, അതുപോലെ സ്പീഡിൽ വന്നുകൊണ്ട് ബ്രേക്ക് ഇട്ടിട്ട് റിവേഴ്സ് എടുക്കുക, ഇങ്ങനെ പല കളികളും. അതായത് ഇലക്ഷന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിന്റെ കുട്ടികൾ വിചാരിച്ചത് ഞങ്ങൾക്കിങ്ങ് തന്നെയെന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തരാം, ഇപ്പം കുറച്ച് ഡേറ്റ് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അതുപോലെ തന്നെ കൊട്ടിക്കലാശത്തിന് എല്ലാവർക്കും അറിയുന്ന ആരും സമ്മതിക്കൂല. ഇവിടെ കുറെ നിഷ്പക്ഷമായ പക്ഷക്കാരുണ്ട്. അവര് ആർക്കെങ്കിലും വേദനിക്കുമ്പോ ആ നിഷ്പക്ഷമായ പക്ഷക്കാർ വരും. അങ്ങനെ ഒരു പക്ഷം ചേർന്ന് വരും, എഴുതും, എന്നിട്ട് പറയും ഞാൻ നിഷ്പക്ഷം. അത്തരം ആളുകളോട് പറയാനുള്ളത്, കൊട്ടിക്കലാശമായിട്ട് ബന്ധപ്പെട്ട് വിളക്കോട് ടൗണില് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ മുസ്ലിം ലീഗിന്റെ കുട്ടികള്, യുവാക്കള്, യൂത്ത് ലീഗിന്റെ കുട്ടികള് ഞങ്ങൾക്കെതിരെ പല അക്രമങ്ങളും അയച്ചുവിടാൻ നോക്കി. ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങളെ പ്രവർത്തകരെ പരമാവധി സംയമനത്തിലേക്ക് നീക്കിയ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഒഴിവാക്കി. ഉദ്യോഗസ്ഥ സാക്ഷിയാണ്. അതുപോലെ തന്നെ വിജയാഹ്ലാദം. എന്താ നിങ്ങൾ കരുതിയത്? കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇത് മുസ്ലിം ലീഗിന്റെ വാർഡാണോ? യൂത്ത് ലീഗുകാരെ, ഇത് നിങ്ങളെ വാർഡാ. നിങ്ങളെ വാർഡ് നിങ്ങൾക്ക് ചങ്കുറപ്പില്ലാത്തതിന്റെ പേരിൽ ഒരു കാലത്ത് CPM കള്ള വോട്ട് ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന വാർഡ് ഞങ്ങൾ ചങ്കുറപ്പ് കൊണ്ട് ബൂത്തിന് പരിസരത്ത് നിന്നുകൊണ്ട് വിജയിച്ച വാർഡ്. എന്താ നിങ്ങൾ കരുതിയത്? നിങ്ങൾക്ക് ചുളുവിന് കിട്ടിയ വാർഡാന്ന് കരുതിയോ? നിങ്ങൾക്ക് ബൂത്തിലിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത് തന്നത് STPക്കാരാ. അത് നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് ബൂത്തിലിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? എങ്ങനെയാ നിങ്ങളെ പൂർവികർ ബൂത്തിലിരുന്നത്? പാതിരാത്രി 12 മണിക്ക് സ്കൂളിൽ കയറിയിരിക്കണം. 5 മണിയാകുന്നതിന് മുമ്പ് എല്ലാ 6 മണിക്ക് CPMമാർ ഇവിടുന്ന് പോയതിനു ശേഷമാണ് നിങ്ങൾക്ക് ഇറങ്ങി വരണേ. ചരിത്രം നിങ്ങൾ മറന്നുപോയോ? ഞങ്ങൾ പല ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഞങ്ങളെ പ്രവർത്തകർ ജയിലിൽ കിടന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാതന്ത്ര്യം അയ്യപ്പണ്ടാവില്ലേ? ആ നിലക്ക് ഞങ്ങൾ ജയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ജയിച്ചു. ജനാധിപത്യത്തിൽ വിജയവും പരാജയവും ഒക്കെ സാധാരണയാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ തോറ്റു. നിങ്ങളെ പണാധിപത്യത്തിന് മുന്നിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പിടിച്ചു നിൽക്കാനുള്ള വകുപ്പില്ല. ഞങ്ങൾ പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന രീതി ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് അത് ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് KMCC ഉള്ളത് കൊണ്ടും ഖത്തറിൽ നിന്ന് കട്ടപ്പണം ഒരുപാട് ഉള്ളത് കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്തു?
പണം വാരി എറിഞ്ഞു. ലക്ഷങ്ങൾ ഇവിടെ കൊടുത്ത വീടുകളുണ്ട്, ലക്ഷങ്ങൾ ഇവിടെ. ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. നിങ്ങൾ പണം വാരി എറിഞ്ഞുകൊണ്ട് നിങ്ങൾ വോട്ട് നേടി. പല ആളുകളെയും നിങ്ങൾ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഓഫറുകൾ നൽകിക്കൊണ്ട് നിങ്ങൾ വോട്ട് നേടി. എന്നാലും ഞങ്ങൾക്ക് 550 വോട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് പണം കൊണ്ട് വിലക്കെടുക്കാൻ പറ്റാത്ത 550 ആളുകളുള്ള ഒരു സ്ഥലമാണ് അയ്യപ്പങ്കാവ് ഉപ്പയങ്കര 2ാം വാർഡ്. അത് നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ കഴിഞ്ഞ പ്രാവശ്യം STPI ഇവിടെ ജയിച്ചു. എന്തെങ്കിലും ഒരു അക്രമം അല്ലെങ്കിൽ ഒരു കൊടി പറിച്ച കേസ്, ഒരു ഫ്ലക്സ് പറിച്ച കേസ്, ഒന്നും വേണ്ട, ഒരു നോട്ടീസ് പറിച്ച കേസെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ജയിച്ചപ്പോ നമ്മൾ വീട്ടിലിരിക്കണം എന്ന് പറയുന്ന രീതി അത് ശരിയല്ല. നമുക്ക് തൊട്ടടുത്ത വാർഡ് വിജയിച്ചിട്ടുണ്ട്, അവിടത്തേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ വാഹനം നിങ്ങൾ തടഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾ സംയമനം പാലിച്ചു. പല നിലക്കും ഞങ്ങൾ സംയമനം പാലിച്ചു. ഇനി ആ സംയമനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് ഒരു പൊന്നുമോനും വിചാരിക്കണം. ഒരു പൊന്നുമോനും വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മണിക്കൂർ വെച്ച് തിരിച്ചടി കിട്ടിയിരിക്കും എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അതുകൊണ്ട് അത്തരം കളികൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? STPIയുടെ ചരിത്രം ഒന്ന് പഠിക്കണം. നിങ്ങൾ RSSന് ലൈമ് കലക്കി കൊടുക്കുന്ന പരിപാടിയല്ല STPIക്ക്. നിങ്ങൾക്ക് അത്തരം പരിപാടികളുണ്ട്. അതുകൊണ്ട് STPIയുടെ ചരിത്രം മുസ്ലിം ലീഗിന്റെ ആളുകളോടാണ് പറയുന്നത്. STPIയുടെ ചരിത്രം ചില ആളുകൾക്ക് ഞങ്ങളുടെ കാലുവെട്ടണം. അത്തരം ആളുകളോട് പറയാനുള്ളത്, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കാല് വെട്ടിയിട്ട് ഈ അയ്യപ്പങ്കാവിൽ സമാധാനം കിട്ടുമെങ്കിൽ ശരി, ഞങ്ങളിത് ഇങ്ങനെ വെച്ചുണ്ടായി. അങ്ങനെ നിങ്ങൾക്ക് ഏത് സമയത്താണ്, പാതിരാത്രിയാണോ പകലാണോ, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സൈറ്റിൽ നമ്മളെത്തും. അതിനോട് ആ ചോറ് നിങ്ങൾ തിന്നിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇനി അങ്ങനെ തിന്നിട്ട് അങ്ങനെ നമുക്ക് കാണുന്നു. അത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത്തരം വെല്ലുവിളികൾ വെല്ലുവിളിക്കാൻ നിൽക്കണ്ട. പിന്നെ കൊല്ലും, പിന്നെ നിങ്ങൾ കരയും, അത് വെട്ടി, അത് കുത്തി, അത് അടിച്ച്, അത് ഉമ്മോ അങ്ങനെ ചെയ്യും, ഇതൊന്നും പറയണ്ട. അതുകൊണ്ട് നല്ല നിലക്ക് സമാധാനം വേണം, എല്ലാവർക്കും വേണം. അല്ലാണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ എഴുതി വിടുക, സമാധാനം വേണം, കുറെ എഴുതി വിടുക, പ്രകോപിപ്പിക്കുക. സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുക. സമാധാനം വേണമെങ്കിൽ എല്ലാവർക്കും സമാധാനം വേണ്ടേ? മതി, നമുക്കും വേണ്ട. RSSന് പേടിച്ചില്ല. ഇന്ത്യ രാജ്യം മൃഗീയമായിട്ട് ഭരിക്കുന്ന RSSനെ പേടിച്ചിട്ടില്ല. പിന്നെ ഊച്ചാളി ലീഗിനെ പേടിച്ചില്ല. മനസ്സിലാക്കണ്ടേ? ഈ ഊച്ചാളി ലീഗിനെ പേടിച്ച് ഒരു ദിവസം ജീവിക്കില്ല. പുലിയായിട്ട് ജീവിക്കും. സുഡാപ്പി കുട്ടികൾ പുലിയായിട്ട് ജീവിക്കും, പുലിയായിട്ട്. അതുകൊണ്ട് അത്തരം എന്താ പറയാ, നിങ്ങളെ ചീള് പേടിപ്പെടുത്തലും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അത് നിങ്ങൾക്ക് പറ്റുന്ന ആളുകളുമായിട്ട് നിങ്ങൾ നോക്കുക. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഷമീർ മോദിയെ ക്ഷണിക്കും.